ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അതിൻ്റെ ക്ലാസ്സസ് നടക്കുകയാണ്. September 9 ആണ് നമ്മുടെ എക്സാം വരുന്നത്. സോ അതിൻ്റെ ബേസിൽ നമ്മുടെ PYQ, അപ്പോൾ ഈ ഒരു റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ്റെ ഒരു എക്സാം ടെക്നീഷ്യൻ ഗ്രേഡ് 2 2022 നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാം സെയിം സിലബസ് ആണ് വരുന്നത്. ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പാർട്ട് 1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ഇത് ടെക്നീഷ്യൻ ഗ്രേഡ് 2 റെഫ്രിജറേഷൻ മെക്കാനിക്കാണ്. 31 തീയതി നടത്തിയ എക്സാമാണ് 2022. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് എക്സ്റ്റിങ്ക്വിഷർ ദ ഫയർ ഓഫ് ഫ്ലെയിമബിൾ ലിക്വിഡ്? ഓപ്ഷൻ എ വാട്ടർ, ഓപ്ഷൻ ബി എയർ, ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് ഓയിൽ. ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ് വരുന്നത്, കാർബൺ ഡയോക്സൈഡ്. നമുക്കറിയാം മൊഡ്യൂൾ 1 വരുന്ന സേഫ്റ്റിയാണ്. അപ്പോൾ സേഫ്റ്റിയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പഠിക്കുക, ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഫയേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സേഫ്റ്റിയിൽ. അപ്പോൾ അതിനകത്ത് വരുന്നതും ഓരോന്നും നോക്കി പഠിക്കാം. അടുത്ത രണ്ടാം ദിവസം നോക്കൂ. ദ ബെസ്റ്റ് വേ ഓഫ് അവോയ്ഡിങ് ആക്സിഡൻറ്റ് ഈസ് ബൈ. ആക്സിഡൻറ്റ്സ് അവോയ്ഡ് ചെയ്യുന്ന ബെസ്റ്റ് വേ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ഒബ്സർവിങ് സേഫ്റ്റി റൂൾസ് റിലേറ്റഡ് ടു ജോബ്, മെഷീൻ ആൻഡ് വർക്ക് പ്ലേസ്. ഓപ്ഷൻ സി ആണ്. നമ്മുടെ ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? ഏത് ജോബാണ് നമ്മൾ ചെയ്യുന്നത്, കറസ്പോണ്ടിങ് ജോബിൽ സേഫ്റ്റി റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സേഫ്റ്റിയിൽ വരുന്നുണ്ട്. 3 ക്വസ്റ്റ്യൻസ് സേഫ്റ്റിയിൽ നിന്ന് വരുന്നുണ്ട്. അടുത്ത ദിവസം നോക്കൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്മൂത്തറിങ് ഇൻ ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ്? ഇത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്മൂത്തറിങ്, ഫയർ എക്സ്റ്റിങ്ക്വിഷിങ്ങിൽ സ്മൂത്തറിങ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്, സ്റ്റോപ്പ് ദി സപ്ലൈ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ സപ്ലൈ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ സ്മൂത്തറിങ് എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ മൊഡ്യൂൾ 1 സേഫ്റ്റിയിൽ നിന്ന് 3 മാർക്കിന് കറക്റ്റ് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫെമിലാരിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സേഫ്റ്റി നല്ലപോലെ പഠിച്ചു പോവാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് സേഫ്റ്റിയാണ്. സേഫ്റ്റി പ്രിക്വേഷൻസ് അത് തന്നെ നമുക്ക് 3 മാർക്കിൽ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളത് ഫോക്കസ് ചെയ്താൽ ഒരു ടോപ്പിക്സ് ഒന്നും വിടാതിരിക്കുക. ഫോക്കസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്കത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. സേഫ്റ്റി പ്രിക്വേഷൻസ്, പേഴ്സണൽ PPA കുറിച്ചൊക്കെയാണ്. ഈ പ്രാവശ്യം അതിൽ നിന്ന് 2 മാർക്കിനേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത് നോക്കൂ. അടുത്ത ടൂൾസിൽ നിന്നാണ് വരുന്നത്. ആൻ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഹാസ് എ നെഗറ്റീവ് എറർ. ദ കറക്റ്റ് റീഡിംഗ് ക്യാൻ ബി ടേക്കൺ ബൈ. ഓൾറെഡി നമ്മൾ പ്രെസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് വേർണിയർ കാലിപ്പർ, മൈക്രോമീറ്റർ, വേർണിയർ ഹൈറ്റ് ഗേജ് നിങ്ങളുടെ സിലബസിൽ മൊഡ്യൂൾ 1 വരുന്നതാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഹാസ് എ നെഗറ്റീവ് എറർ. അപ്പം നമുക്ക് കറക്റ്റ് റീഡിംഗ് എങ്ങനെ എടുക്കാം? ആഡിങ് ദ നെഗറ്റീവ് എറർ ഇൻ ദ ആക്ച്വൽ റീഡിങ്ങിൽ കൂടെ നെഗറ്റീവ് എററും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് റീഡിങ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടതാണ്, ഫെമിലാരിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ദിവസം നോക്കൂ. വിച്ച് ടൈപ്പ് ഓഫ് ടേപ്പർ ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഡ്രിൽ ഷാങ്ക്? ഏത് ടൈപ്പ് ഓഫ് ആണ്? മോഴ്സ് ടേപ്പറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ദ കട്ടിംഗ് ഫേസസ് ഓഫ് ഫയൽസ് ആർ സ്ലൈറ്റ്ലി ബെൽഡ് ഓൺ ലെങ്ത് വൈസ്? എന്തിനായിരിക്കും? ഫയലിംഗ് ഫ്ലാറ്റ് സർഫസ് ഈസ് മെയ്ഡ് ഈസിയർ ആക്കാൻ വേണ്ടിയാണ് കുറച്ച് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫയൽസ്. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. ഇത് നമ്മുടെ ടൂൾസിൽ വരുന്നതാണ്, ഫിറ്റിങ്ങിലൊക്കെ വരുന്ന ടൂൾസിൽ വരുന്ന പോർഷൻസ് ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഷീറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹൈലി കൊറോസീവ് ആസിഡ് ടാങ്ക്? ഏത് ഷീറ്റാണ്? ലെഡ് ഷീറ്റ്. നിങ്ങളുടെ സിലബസിൽ ഷീറ്റ് മെറ്റൽ വരുന്നുണ്ട്. ഓക്കെ, ഫിറ്റിംഗ് വരുന്നുണ്ട്, വെൽഡിങ് വരുന്നുണ്ട്. അത് മൊഡ്യൂൾ 1 വരുന്നത് തന്നെയാണ്. ഷീറ്റ് മെറ്റലിൽ നിന്ന് 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫീലർ ഗേജ്? ഫീലർ ഗേജ് ഓൾറെഡി നമ്മൾ പഠിച്ചു. എന്താണ്? ചെക്ക് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ദ മേറ്റിംഗ് പാർട്സ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ദിവസം നോക്കൂ. വിച്ച് ടൈപ്പ് ഓഫ് സ്ക്രൂ ത്രെഡ് ആർ റൗണ്ടഡ് അറ്റ് ദ ക്രസ്റ്റ് ആൻഡ് റൂട്ട്? അപ്പോൾ ഇത് ഓൾറെഡി ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ദിവസം നോക്കൂ. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ ട്രിമ്മിങ് ദ എഡ്ജസ് ഓഫ് എ ഷീറ്റ് മെറ്റൽ സിലിണ്ടർ? കണ്ടോ? അപ്പോൾ ഷീറ്റ് മെറ്റലിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത്? ഷീറ്റ് മെറ്റൽ. ഓപ്ഷൻ ബി ആണ്, ബെൻഡ് സ്നിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷീറ്റ് മെറ്റൽ നിങ്ങൾ പഠിക്കാം, ആ ഏരിയ പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ടൂൾസ് ഉണ്ട്, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. കൂടുതലും ടൂൾസിൽ നിന്ന് തന്നെയായിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇപ്പം തന്നെ കണ്ടല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ടൂൾസിൽ നിന്നാണ് ചോദിക്കുന്നത്. പിന്നെ അതിൻ്റെ ടൈപ്സ് ഓഫ് ഷീറ്റ് മെറ്റൽ ജോയിൻറ്റ്സ്, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ടൂൾസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഷീറ്റ് മെറ്റൽ ജോയിൻറ്റ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഡയോഡ് യൂസ്ഡ് ഫോർ വോൾട്ടേജ് റെഗുലേഷൻ. ഓക്കെ, ഇത് നമ്മുടെ മൊഡ്യൂൾ 3 വരുന്ന ഒരു പോർഷനാണ്. മൊഡ്യൂൾ 3 ഇലക്ട്രോണിക്സിൽ വരുന്നതാണ്. അത് 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. മൊഡ്യൂൾ 3 ഇലക്ട്രോണിക്സ്. അതിൽ നമുക്ക് ആക്റ്റീവ്, പാസീവ്,
കോമ്പണൻസ് ഉണ്ട്, റെക്ടിഫയേഴ്സ്, ഡയോഡ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റൻ വെച്ചിട്ടുള്ള എന്താണ്, വോൾട്ടേജ് റെഗുലേഷൻ യൂസ് ചെയ്യുന്ന ഡയോഡ് ഏതാണ്? സെനർ ഡയോഡ്. ഓൾറെഡി നമ്മൾ സെനർ ഡയോഡ് എന്താണ്, അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ, വോൾട്ടേജ് റെഗുലേറ്റർ, വർക്കിംഗ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ബി സെനർ ഡയോഡാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന ക്വസ്റ്റൻ ആണ്. ഇനി അടുത്ത് നോക്കൂ, ഷീറ്റ് മെറ്റലിൽ തന്നെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ ബെൻഡിങ്, സീമിങ് ആൻഡ് ഫോമിങ് ഓഫ് ഷീറ്റ് മെറ്റൽ? ഓപ്ഷൻ സി സ്റ്റേക്ക്. ഇത് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്, ഫെമിലാരിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ വെൽഡിങ്. നമ്മുടെ മൊഡ്യൂൾ 1 തന്നെ നമ്മൾ പറഞ്ഞു ഓൾറെഡി നമുക്ക് പഠിക്കാനുള്ളത് വെൽഡിംഗ് ഉണ്ട്, ഷീറ്റ് മെറ്റൽ ഉണ്ട്. മൊഡ്യൂൾ 1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വെൽഡിങ്ങും ഷീറ്റ് മെറ്റലും അതുപോലെ തന്നെ ഫിറ്റിങ്ങും, ഇത് മൂന്നാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഏകദേശം 6 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് വെൽഡിങ്ങിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രോഡ് കോട്ടിംഗ്. വൺ ഓഫ് ദി ഫംഗ്ഷൻ ഓഫ് ദി ഇലക്ട്രോഡ് കോട്ടിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആർക്ക് സ്റ്റെബിലൈസ് ചെയ്യുക, ടു സ്റ്റെബിലൈസ് ദി ആർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ കറക്റ്റ് ഫ്ലെയിം ഫോർ പ്രീ ഹീറ്റിംഗ് ബിഫോർ കട്ടിങ് ഈസ്. ഇതും വെൽഡിങ്ങിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കറക്റ്റ് ഫ്ലെയിം എന്താണ്? ന്യൂട്രൽ ഫ്ലെയിം ആണ് വരുന്നത്. ഇത് നമ്മൾ പഠിച്ചതാണ്. വെൽഡിങ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വെൽഡിങ്ങിൻ്റെ ടൂൾസ്, അതിൻ്റെ ടൈപ്സ് നിങ്ങൾക്ക് ഓക്സി അക്സിറ്റലൈൻ വെൽഡിംഗ് ഉണ്ട്, ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്, ആർക്ക് വെൽഡിംഗ്, ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത് വീണ്ടും ഒരു ടൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഈസ് ദ ടൂൾ യൂസ് ടു റിമൂവ് സ്ലാഗ് ഫ്രം ദി വെൽഡിംഗ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ചിപ്പിംഗ് ഹാമർ. ഓക്കെ, അപ്പോൾ വെൽഡിംഗ് ടൂൾസ് പഠിക്കാനുണ്ട്, ടൈപ്സ്, അതും 2 മാർക്കിനാണ് ഈ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഇതൊക്കെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മുടെ മൊഡ്യൂൾ 2 വരുന്ന ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കലിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 6 മാർക്കിന് ക്വസ്റ്റ്യൻ, 8 മാർക്കിന് 8 മാർക്കിന് ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ, മൊഡ്യൂൾ 2 ഇലക്ട്രിക്കലിൽ നിന്ന്. അപ്പോൾ നിങ്ങളത് 8 മാർക്ക് കളയാതെ തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നോക്കൂ, ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, വിച്ച് മോട്ടർ ഹാസ് ദി ലീസ്റ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക്? ലീസ്റ്റ് സ്റ്റാർട്ടിംഗ് ടോർക്കുള്ള ഏത് മോട്ടറിനാണ്? ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് ഓപ്ഷൻ സി ആണ്, RSI ആണ്. RSI എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ. ഓൾറെഡി നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ഒരു MCQ സെക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു കാണും, ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഓൾറെഡി എല്ലാ MCQസും ഇലക്ട്രിക്കലിൻ്റെ എല്ലാ പോർഷൻസിൻ്റെ MCQs കവറപ്പ് ചെയ്താണ് വരുന്നത്. അടുത്ത ദിവസം നോക്കൂ, സ്ക്വിറൽ ഗേജ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് സ്റ്റാർട്ടഡ് ബൈ. ഓപ്ഷൻ സി ആണ് വരുന്നത്, DOL സ്റ്റാർട്ടർ അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. രണ്ടും ഉപയോഗിച്ച് നമുക്കിത് സ്ക്വിറൽ ഗേജ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇലക്ട്രോണിക് കോമ്പണന്റ് ഈസ് ദ വോൾട്ടേജ് റെഗുലേറ്റർ? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ഏത് ഡയോഡാണ് റെഗുലേഷൻ യൂസ് ചെയ്യുന്നതെന്ന്? സെനർ ഡയോഡ്. അതുപോലെ തന്നെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ, വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നതും ഏത് ഇലക്ട്രോണിക് കോമ്പണന്റ് ആണ്? ഏതാണ്? സെനർ ഡയോഡ്. രണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കെമിക്കൽ റിയാക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡും വാട്ടർ? ഏത് ഗ്യാസ് ആണ്? അസിറ്റിലിൻ. ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലെയറിംഗ് ടൂൾ കൺസിസ്റ്റ് ഓഫ് ഫ്ലെയറിംഗ് ബ്ലോക്കും യോക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ സൈസ് ഓഫ് ട്യൂബ് കട്ടർ ക്യാൻ ബി സ്പെസിഫൈഡ് ബൈ. ഓപ്ഷൻ സി ആണ്, മാക്സിമം ഡയമീറ്റർ ഓഫ് ട്യൂബ് വിച്ച് ഇറ്റ് ക്യാൻ കട്ട്. ട്യൂബ് കട്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ ടൂളിൽ പഠിച്ചിട്ടുണ്ട്. അടുത്ത, ലിവർ ടൈപ്പ് ട്യൂബ് ബെൻഡർ ക്യാൻ ബെൻഡ് അപ് ടു 180 ഡിഗ്രി വരെ ബെൻഡ് ചെയ്യാൻ പറ്റും. പിഞ്ചിങ് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ സീലിംഗ് അല്ലെങ്കിൽ ക്ലോസിങ് ദ കോപ്പർ ടൂൾസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ റെഫ്രിജറേഷൻ ടൂൾസ് എന്ന പോർഷൻസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ആ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് റെഫ്രിജറേഷൻ ടൂൾസ്. അപ്പോൾ നമ്മൾ അടുത്ത മൊഡ്യൂളിൽ വരുന്നതാണ് റെഫ്രിജറേഷൻ ടൂൾസ് എന്ന്. ബേസിക് റെഫ്രിജറേഷനിൽ നമ്മുടെ റെഫ്രിജറേഷൻ ടൂൾസ് നിങ്ങൾക്ക് ആദ്യം വരുന്നുണ്ട്. ഓക്കെ, അതിലുള്ള ടോപ്പിക്സിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ദിവസം നോക്കൂ, ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ബൈ 1 degree സെൻറ്റിഗ്രേഡ് ഈസ് കോൾഡ് കലോറി. ഇപ്പോൾ നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് വരുന്ന കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ ഫാരൻഹീറ്റ് സ്കെയിലിൽ 212 degree Celsius. ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് മെർക്കുറി ഈസ് ഓപ്ഷൻ ബി 39 degree Celsius. ദ ഹീറ്റ് റിക്വയർഡ് ഫോർ ചേഞ്ചിങ് ദ സ്റ്റേറ്റ് ഓഫ് എനി ഒബ്ജെക്റ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ലാറ്റൻറ്റ് ഹീറ്റ്. ഇപ്പോൾ ബേസിക്സ് നമ്മൾ നോക്കണം കേട്ടോ. വിച്ച് തെർമോഡൈനാമിക് ലോ പ്രസൻസ് ദി കോൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ? 0th ലോ. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഡ്രൈ ഐസ് ഈസ് സോളിഡ് കാർബൺ ഡയോക്സൈഡിനെ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ദ ലിക്വിഡ് റെഫ്രിജറൻറ്റ് സിസ്റ്റം ഈസ് ഓൾസോ കോൾഡ്. ലിക്വിഡ് റെഫ്രിജറൻറ്റ് സിസ്റ്റത്തിന് നമുക്ക് എന്തും പറയാം? ബോത്ത് വൺ ആൻഡ് കെമിക്കൽ റെഫ്രിജറൻറ്റ് സിസ്റ്റം എന്ന് പറയാം, എക്സ്പാൻഡബിൾ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയാം. ഇൻ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം വിച്ച് എനർജി ഈസ് റിലീസ്ഡ്? ഹീറ്റ് എനർജി. ഓൾറെഡി പഠിച്ചതാണ് ഇതെല്ലാം. The cylinder volume between TDC and BDC is known as ഏതാണ്? സ്വെപ്റ്റോളിയം. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഈസ് ഓൾസോ കോൾഡ്. സെൻട്രിഫ്യൂഗൽ കംപ്രസർ നമുക്ക് അനദർ നെയിം ടർബോ കംപ്രസർ അല്ലെങ്കിൽ റേഡിയൽ കംപ്രസർ. ആൻ എക്സാമ്പിൾ ഓഫ് ഡൈനാമിക് കംപ്രസർ ഈസ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ ആണ് ഡൈനാമിക് കംപ്രസറിൻ്റെ എക്സാമ്പിൾ. റോട്ടറി സ്ക്രൂ കംപ്രസർ ഈസ് യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ വിത്ത് എ കപ്പാസിറ്റി റേഞ്ച് ഓഫ് 20 to 750 tons. അപ്പോൾ നമ്മുടെ സിലബസിൽ കംപ്രസർ വരുന്നുണ്ട്, അതിൻ്റെ ടൈപ്സ് വരുന്നുണ്ട്, ആപ്ലിക്കേഷൻസ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ നോക്കാം.
ദ സൈസ് ഓഫ് ദി ഗ്യാസ്കറ്റ് സ്പെസിഫൈഡ് ബൈ ഇറ്റ്സ് ഓപ്ഷൻ ബി തിക്നെസ് ആണ്. ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് വാട്ടർ കൂൾഡ് കണ്ടൻസറിൻ്റെ ഡിസഡ്വാൻറ്റേജ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ദ കണ്ടൻസർ ബോത്ത് എയർ ആൻഡ് വാട്ടർ യൂസ്ഡ് എസ് കൂളിംഗ് മീഡിയം ഈസ് ഓപ്ഷൻ എ യുവാപ്പറേറ്റീവ് കണ്ടൻസർ. ഇതെല്ലാം നമ്മൾ MCQ ക്വസ്റ്റ്യൻസിൽ കണ്ടതാണ്. എഫിഷ്യൻസി ഓഫ് കണ്ടൻസർ ഇൻക്രീസസ് ഡ്യൂ ടു ഡീസ്കെയിലിംഗ്. ഡീസ്കെയിലിംഗ് എന്താണെന്നുള്ള ടോപ്പിക്ക് നമ്മൾ പഠിച്ചതാണ്. ഒരു ഡിപ്പോസിറ്റ് വന്ന് അടിഞ്ഞു കൂടുന്നത് നമ്മൾ പഠിച്ചതാണ്. ഓൾറെഡി തിയറി ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ നാച്ചുറൽ കൂളിംഗ് ടവർ ഇറ്റ്സ് സൈറ്റ്സ് ആണ് നാച്ചുറൽ കൂളിംഗ് അടുത്ത് വരുന്നതാണ്. നിങ്ങളുടെ സിലബസിൽ വരുന്നു കൂളിംഗ് ടവേഴ്സ്. അതിൽ നാച്ചുറൽ കൂളിംഗും ഉണ്ട്, ഹാർഡ്, അതിൻ്റെ അകത്ത് കുറേ വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്രോച്ച്, എഫിഷ്യൻസി, റേഞ്ച്, അങ്ങനത്തെ കുറച്ച് ടേംസ് നമുക്ക് കൂളിംഗ് ടവറിൽ പഠിക്കാനുണ്ട്. നമ്മൾ തിയറിയിൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നാച്ചുറൽ കൂളിംഗ് ടവറിൽ അതിൻ്റെ സൈറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പൺഡ് ആയിരിക്കും. ഹാർഡ് വാട്ടർ ദ കാൽഷ്യം കാർബണേറ്റ് കണ്ടൻറ്റ് ഈസ് ഇൻ ഹാർഡ് വാട്ടറിൽ 120 to 180 ppm പാർട്സ് പെർ മില്യൺ. അടുത്ത ദിവസം ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കൂളിംഗ് ടവർ വാട്ടർ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ഓപ്ഷൻ സി റേഞ്ച്. ഇത് ക്വസ്റ്റൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. റേഞ്ച്, എഫിഷ്യൻസി, അപ്രോച്ച്, അത് മൂന്നും നിങ്ങൾ കൂളിംഗ് ടവറിൽ പഠിക്കുക. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ്സ് ആർ ജനറലി സെറ്റ് ഫോർ എ സൂപ്പർ ഹീറ്റ് ഓഫ് അറൗണ്ട് ഓപ്ഷൻ സി 4.4 to 5.5 ഡിഗ്രി സെൽഷ്യസ്. എക്സ്പാൻഷൻ വാൽവിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. 2 മാർക്കിന് അതിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻ വാൽവ് ഹാസ് ഹയർ എഫിഷ്യൻസി? തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ്. അപ്പം നമ്മൾ കാപ്പിലറി ട്യൂബ് എക്സ്പാൻഷൻ വാൽവ്, ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, ഹാൻഡ് എക്സ്പാൻഷൻ വാൽവ്, തെർമോസ്റ്റാറ്റിക്, ഇതെല്ലാം ടൈപ്സിൽ നമ്മൾ ഓരോന്നും പഠിച്ചതാണ്. ദ ലൊക്കേഷൻ ഓഫ് ആൻ എക്സ്പാൻഷൻ വാൽവ് ഇൻ എ സിസ്റ്റം ഈസ് ബിറ്റ്വീൻ ലിക്വിഡ് റിസീവറും യുവാപ്പറേറ്ററും. ദ യുവാപ്പറേറ്റർ ഈസ് ഓൾസോ നോൺ ആസ്, നമുക്ക് അനദർ നെയിം ചില്ലിംഗ് കോയിൽ എന്ന് പറയാം, ഫ്രീസിംഗ് കോയിൽ, കൂളിംഗ് കോയിൽ, ഓപ്ഷൻ ഡി. ദ യുവാപ്പറേറ്റർ വിച്ച് ഈസ് യൂസ് ഇൻ ഹൈ കപ്പാസിറ്റി റെഫ്രിജറേറ്റർ സിസ്റ്റം ഈസ്, ഏത് യുവാപ്പറേറ്റർ ആണ്? ഓപ്ഷൻ സി ഫ്ലഡഡ് യുവാപ്പറേറ്റർ. Which process done first in split AC for shifting one phase to another? Option C pump down. A compressor coupled to a motor externally is called open type compressor. The device which divides the high pressure side and the low pressure side of a refrigerator system is known as expansion device. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് 50 PYQ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഏതൊക്കെ പോർഷനിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ സിലബസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെയാണ് ഞാൻ തന്നിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും തന്നെയാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതലും നിങ്ങൾ MCQ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്ത് പഠിക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ സെക്ഷൻ PYQ. ഇനി ബാക്കി ഒരു 50 ക്വസ്റ്റ്യൻ നാളെ ഞാൻ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ PYQ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ പ്രാവശ്യം പക്ഷേ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ ടെക്നിക്കൽ എക്സാംസ് എല്ലാം കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ്, ബോത്ത് A ആൻഡ് B അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അത് നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സസിന് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസ് വരുന്നത്. August 15 ആകുമ്പോൾ നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ആക്കി. പിന്നെ നിങ്ങൾക്കൊരു 15 അല്ലെങ്കിൽ ഒരു 10 days നിങ്ങൾക്കത് റിവിഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് എൻഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.